ഹലോ വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റൈൽ. നാടൻ കറികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാലയാണ് ഏറ്റവും നല്ലത്. ഇതിനായിട്ട് ഓരോ സ്പൈസസും നമ്മൾ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം ഓരോന്നിനും റോസ്റ്റിംഗ് ടൈം ഡിഫറെൻ്റ് ആണ്. നല്ലൊരു മണം വരാൻ തുടങ്ങും വരെയാണ് നമ്മൾ ഓരോന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ആദ്യമായിട്ട് ഗ്രാമ്പുവാണ് ഞാൻ എടുത്തത്. 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതോരോന്നും റോസ്റ്റ് ചെയ്യാനായിട്ട്. ഗ്രാമ്പു ഇപ്പോൾ ഏകദേശം ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സെയിം പാനിൽ തന്നെയാണ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ഏലക്ക ഒന്ന് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകേണ്ട, അതായത് ബ്രൗൺ കളറൊന്നും ആകണ്ട, അതിന് മുമ്പിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് കുരുമുളകാണ്. ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് ഗരം മസാലയ്ക്ക്. കുരുമുളക് ഇട്ട് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് കറുകപ്പട്ടയാണ്. കറുകപ്പട്ടയും 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ഒരു സ്റ്റാറും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ടോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അവസാനമായി പെരുംജീരകമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗരം മസാലയിൽ ഇടുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. പെരുംജീരകം പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടി തുടങ്ങും. ആ സമയം വരെയാണ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു ജാതിക്കയുടെ കുരുവും ജാതിപത്രി ഒരെണ്ണവും 2 ബേ ലീഫും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഇപ്പോൾ ഓഫായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഗരം മസാലയ്ക്ക് ഫ്ലേവറിങ് മാത്രമല്ല നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഗുണവും കൂടും, മണവും കൂടും. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലിരുന്ന് ഇതിനൊന്ന് ചൂടായി ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ജാറിലേക്ക് മാറ്റി കൊടുക്കാൻ. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. നല്ല മണമുള്ള നല്ല ഫ്ലേവറുള്ള ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഗരം മസാല 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ തന്നെ നല്ല ഫ്ലേവറാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു 2 ആഴ്ച എന്തായാലും ചീത്തയാകാതെ ഇരിക്കും. ഇത് കുറച്ച് ഉണ്ടാക്കി ഇതുപോലെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണേ.